ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിയറ്റ്നാമിലെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ വിയറ്റ്നാം സമയമായിട്ടുള്ള 7:30 ആയപ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് ഇന്നത്തെ ടൂറിനായിട്ട് എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് പുരാതന വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹോലു കാണാനും അതോടൊപ്പം തന്നെ ട്രാങ് ആൻഡ് മുവ കേവ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹാനോയി ഓൾഡ് ക്വാർട്ടറിൽ നിന്നും ഓൾമോസ്റ്റ് 2 hours ഡ്രൈവ് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹോലുവിലേക്ക്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൂപ്പ് ടൂറാണ് എടുത്തത്. ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഇന്നത്തെ ഐറ്റിനറീസിനെ കുറിച്ച് ഒക്കെ നമ്മുടെ ഗൈഡ് വിവരിച്ചു തന്നു. ഹോലു എത്തും മുമ്പ് ചെറിയൊരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനായിട്ട് ഒരു ഹാൻഡ് ക്രാഫ്റ്റ് സെൻറ്ററിലേക്ക് ആണ് നിർത്തിയത്. വാഷ്റൂം ഫെസിലിറ്റി, ഒരു കോഫി ഷോപ്പ്, അതുപോലെ നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയുള്ള ഒരു ഏരിയയും അതിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. വിയറ്റ്നാമിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോലുവിൽ നമ്മൾ എത്തിച്ചേർന്നു. ഹോലുവിൻ്റെ ചരിത്രം പറയുന്ന വലിയൊരു ചുമർചിത്രം കവാടത്തിൻ്റെ സമീപത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. പത്താം നൂറ്റാണ്ടിലെ വിയറ്റ്നാമിൻ്റെ പഴയ പേര് ദായ് വിയറ്റ് എന്നായിരുന്നു. ആ സമയത്തെ തലസ്ഥാനമാണ് ഹോലു. ദിൻ പ്രാരംഭ ലീ വംശങ്ങളായിരുന്നു ആ സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത്. ഇന്നും അവശേഷിക്കുന്ന രീതിയിൽ അന്നത്തെ ക്ഷേത്രങ്ങളും ശില്പങ്ങളുമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ചുണ്ണാമ്പുകല്ല് മലനിരകൾ, ഹോങ്ലോങ് നദി ഇവയെല്ലാം കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശത്തെ കോട്ട രൂപത്തിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യുനെസ്കോ സംരക്ഷിത പ്രദേശമായ ഹോലു 968 മുതൽ 1010 വരെ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായിരുന്നു. ഇതിനുശേഷം നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല. ഇനി നേരെ പോകുന്നത് ട്രാങ് ആനിലേക്കാണ്. ട്രാങ് ആൻ്റെ ഏറ്റവും പ്രത്യേക അനുഭവം തോണിയാത്രയാണ്. ചുണ്ണാമ്പുകല്ല് മലനിരകൾ, പച്ചപ്പുള്ള താഴ്വരകൾ, കണ്ണാടി പോലെ ശാന്തമായ വെള്ളം, ഇതെല്ലാമാണ് ട്രാങ് ആൻ. തോണിയാത്രയ്ക്ക് 3 റൂട്ടുകളാണുള്ളത്. 1, 2, 3 എന്ന് പറഞ്ഞ് 3 റൂട്ടുകൾ. അതിൽ ഒന്നാമത്തെ റൂട്ടിൽ 9 കേവ്സും 3 ടെമ്പിൾസും ആണ്. രണ്ടാമത്തേൽ 4 കേവ്സും 3 ടെമ്പിൾസും, മൂന്നാമത്തേൽ 3 കേവും 3 ടെമ്പിൾസും ആണുള്ളത്. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രണ്ടാമത്തെ റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തോണിയാത്രയുടെ പ്രത്യേകത 100 വർഷങ്ങൾ പഴക്കമുള്ള ഗുഹകളാണ്. ചിലത് കുറുകിയതും ഇരുണ്ടതുമായിരുന്നു, എന്നാൽ ചിലത് നീളം കൂടിയതായിരുന്നു. ഓരോ ഗുഹകളും ഓരോ അനുഭവങ്ങളുമായിരുന്നു. ഈ നദിയിലൂടെയുള്ള യാത്ര മനോഹരമാണ്. നമുക്ക് വാക്കുകൾ കൊണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ചറിയേണ്ട ഒന്നായിരുന്നു അത്. തിരക്കേറിയൊരു സ്പോട്ടാണെങ്കിൽ കൂടി അവിടെ ഭയങ്കര സൈലൻ്റാണ്. ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും തന്നെ ഇല്ല. നദികളിലൂടെയും അതുപോലെ ഗുഹകളിലൂടെയും സഞ്ചരിച്ച് പഗോഡകളും ക്ഷേത്രങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. വൈകിട്ടായതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇനി നമ്മൾ പോകുന്നത് മുവ കേവ് കാണാനാണ്. ഒരു ഹൈക്കിംഗ് സ്പോട്ടാണിത്. 500 സ്റ്റെപ്പുകളൊക്കെ കയറി വേണം കേവിലെത്താൻ. സ്റ്റെപ്പുകൾ കയറാൻ ഹെൽത്ത് ഓക്കെ ആയവർ മാത്രം മുകളിലോട്ട് കയറിയാൽ മതി. മുകളിലേക്ക് എത്തും തോറും റിസ്ക് ആണ്. അതിൻ്റെ താഴെ ഭാഗത്ത് തന്നെ നമുക്ക് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വൈകിട്ടായതുകൊണ്ട് താഴെയുള്ള സ്ഥലങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. നേരെ മുകളിലേക്ക് കയറാനാണ് പോയത്.
എന്നത് വിയറ്റ്നാമീസ് ഭാഷയിൽ നൃത്തം എന്നാണ് അർത്ഥം. പഴയ രാജാക്കന്മാർ ഇവിടെ വന്ന് നൃത്തപ്രകടനങ്ങൾ ആസ്വദിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പടികളൊക്കെ കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ നിൻബിൻ്റെ മൊത്തം കാഴ്ചകൾ കാണാൻ സാധിക്കും. സ്റ്റെപ്പുകളൊക്കെ കയറി ഏറ്റവും മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് നല്ല റിസ്ക്കാണ്. കുറച്ച് പേര് മുകളിലേക്കൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിയില്ല. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വലിയൊരു ഡ്രാഗൻ്റെ ഒരു പ്രതിമയുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇവിടുത്തെ ഒരു ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു 7-7:30 ആയപ്പോൾ നമ്മുടെ ടൂറൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു ബെസ്റ്റ് ഐറ്റിനറി ആയിട്ടുള്ള ഹെലോങ് ബേയിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്